ഹലോ മക്കളെ, അഖില മിസ് ആണ്. ക്ലാസ് 10 CBSE മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലേ. നമുക്കറിയാം ഈ ഒരു ഇയറിൽ നമുക്ക് ഫുൾ മാർക്ക് നേടിയെടുക്കണം എന്നുള്ളത് തന്നെയായിരിക്കും എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു നവംബർ മന്തോട് കൂടിയെങ്കിലും നമുക്ക് നമ്മുടെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള റിവിഷൻ ഒക്കെ ഫോളോ ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കറിയാം അക്കാദമിക് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ജൂലൈ മന്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ജൂലൈ മാസത്തോടു കൂടി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം നമ്മുടെ കെമിസ്ട്രിയിൽ നമുക്ക് ടോട്ടൽ 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അതിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്നതാണ്. അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ തന്നെയാണത്. അതിനുപരി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് കൂടെ നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്നത് ഒരുപാട് റിയാക്ഷൻസും കാര്യങ്ങളും തന്നെയാണ് അല്ലേ. ഈ ഒരു ചാപ്റ്ററിൽ മാത്രമായിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. കോമ്പിനേഷൻ റിയാക്ഷൻ ആയിക്കോട്ടെ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആയിക്കോട്ടെ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആയിക്കോട്ടെ, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് വെറൈറ്റി റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ആ റിയാക്ഷൻസിന്റെ ഒക്കെ ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻസ് ഒക്കെ ബാലൻസ് ചെയ്യാനും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സമയമെടുത്ത് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. ഇനി മറ്റൊരു ചാപ്റ്റർ ആണ്, അതായത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനമൊക്കെ ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഡിനെ പറ്റിയും ബേസിസിനെ പറ്റിയും ഒക്കെ 8th-ലും 9th-ലും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ പ്രൈമറി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. കൃത്യമായിട്ട് പറഞ്ഞാൽ 7th-ലൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ പഠിച്ചതിൻ്റെയൊക്കെ കുറച്ചുകൂടെ വലിയ വേർഷനാണ് ഈ ഒരു വർഷം നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആസിഡിനെ പറ്റിയും ബേസിനെ പറ്റിയും സോൾട്ടിനെ പറ്റിയും ഒക്കെ കൃത്യമായിട്ട് പഠിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള റിയാക്ഷൻസ് കൂടെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ തന്നെ സോൾട്ട്സ് എന്ന് പറയുന്ന സമയത്ത് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ മാത്രമല്ല വരുന്നത്, ഡിഫറെൻറ്റ് ടൈപ്പ് സോൾട്ട്സിനെ പറ്റിയും അവിടെ വരുന്ന പുതിയ പുതിയ ഇക്വേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കൾ മനസ്സിലാക്കേണ്ട, ഫസ്റ്റ് ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ റിയാക്ഷൻസും അതിൻ്റെ ഇക്വേഷൻസും വരുന്ന ഏരിയ ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ 2 ചാപ്റ്റേഴ്സ് ആണ് മക്കളെ ഈ ഒരു ജൂലൈ മാസത്തിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഈ 2 ചാപ്റ്റേഴ്സ് ജൂലൈയോട് കൂടി കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് അതിനകത്തുള്ള കോൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്റേഴ്സിൻ്റെ റിവിഷനും നടത്തിയിട്ടുണ്ടായിരിക്കണം. അതായത് കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഒരു യൂണിറ്റ് ടെസ്റ്റ് പറ്റുവാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇനി അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാത്തതായിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആൻസർ ഷീറ്റിലേക്ക് എഴുതാൻ സാധിക്കുന്നില്ല, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ടഫായിട്ട് വരുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കറിയാം നെക്സ്റ്റ് മന്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ മൊഡ്യൂൾ എക്സാമും കാര്യങ്ങളും ഒക്കെ വരുവാണ്. ഓണം എക്സാമിൻ്റെ ടൈമാണ്, സ്കൂളിലും നമ്മൾ കുറച്ച് ബിസി ആയിരിക്കും. സോ കൃത്യമായിട്ട് ജൂലൈയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ച് സെറ്റ് ആക്കിയിട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇത്രയൊക്കെ കാര്യങ്ങൾ ഇതുവരെ ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഇത് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുക? അപ്പോൾ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള അസ്ത്ര 2.0 തയ്യാറായിട്ടിരിക്കുന്നത്. അപ്പോൾ മക്കൾ ഇതുവരെയും നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ അവിടെ ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും റിവിഷൻ ക്ലാസ്സും അതോടൊപ്പം തന്നെ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ്. സോ ഒന്നുകൊണ്ട് മക്കൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതുവരെയും ഒരു പ്ലാൻ സെറ്റ് ആക്കിയിട്ടില്ല എന്നുള്ള ടെൻഷനുള്ള ആളുകളാണെങ്കിൽ പോലും നമ്മുടെ അസ്ത്ര 2.0 ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ക്ലാസ് 10 CBSE ഫുൾ മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ സാധിക്കും. സോ നമ്മുടെ ബാച്ചിൽ കാണാം. ബൈ.